ആ നിന്നെ ഒരു കാര്യം ചെയ്യും, വേറെ 2 ബാഗ് കൂടി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി എടുത്തിട്ട് ഒരുമിച്ച് കൊണ്ടുപോയി വെച്ചാൽ മതി. താഴെ ഇട്ടേക്കരുത്. ഇട്ട എന്റെ സ്വഭാവം മാറും. എന്ത് വേണം? ഞാനിന്ന് മുതല് ഈ മുറിയിലാ താമസിക്കാൻ പോകുന്നത്. ഇതെന്റെ റൂമാ. അതുകൊണ്ട് തന്നെയാ താമസം ഞാൻ ഇങ്ങോട്ട് മാറ്റിയേക്കുന്നെ. സിദ്ധുവിന്റെ മുറിയിലാണല്ലോ ഇനി ഞാനും താമസിക്കണ്ടേ. താലി വലിച്ചെറിഞ്ഞവളാ നീ. അങ്ങനെയുള്ള നിന്നെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ? സിദ്ധുവിന്റെ താല്പര്യക്കേടോ ഒന്നും നോക്കേണ്ട ആവശ്യം എനിക്കില്ല. രജിസ്റ്റർ ചെയ്തൊരു കോൺട്രാക്റ്റാ നമ്മൾ തമ്മിലുള്ള വിവാഹം എന്നറിയാലോ. സിദ്ധുവിനുള്ള അത്രയും അവകാശങ്ങളും എനിക്കും ഉണ്ട്. നിന്റെ ഉദ്ദേശം എന്താണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ സമാധാനം കളയണം, അതിന് നിന്നു തരാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ ഈ മുറി തന്നെ താമസിക്കും. അതെന്റെ തീരുമാനം. തടയാൻ സിദ്ധുവിനെ കൊണ്ട് പറ്റുമോ? പറ്റും. എങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്. റൂബി, റൂബി, ഇയാൾ എന്നെ മുറിയിൽ കയറ്റുന്നില്ല. എന്താ വക്കീലെ ഇങ്ങനെ? നിയമം അറിയാവുന്നവര് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താ നമ്മൾ എന്ത് ചെയ്യും? അന്യസ്ത്രീയൊന്നും അല്ലല്ലോ ചന്ദ്ര, സ്വന്തം ഭാര്യയല്ലേ. സ്വന്തം ഭാര്യയെ മുറിയിൽ കേട്ടില്ലെന്നൊക്കെ വാശി പിടിക്കുന്നത് ശരിയാണോ? ഭാര്യയാണെങ്കിൽ താലി വേണ്ടേ? അത് ഊരി എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞവളെ ഇവള്. അങ്ങനെയുള്ള ഒരുത്തിയെ എന്റെ കൂടെ താമസിപ്പിക്കാനുള്ള ബാധ്യത എനിക്കില്ല. അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. തൽക്കാലം വക്കീലിപ്പോ ഇവളെ ഈ മുറിയിൽ താമസിപ്പിക്കാൻ സമ്മതിക്കും. അല്ലെങ്കിൽ എനിക്കിടപെടേണ്ടി വരും. സ്ത്രീകൾക്ക് നേരെയുള്ള ഏത് അതിക്രമവും സീരിയസ് ഒഫൻസ് ആണെന്ന് അറിയാലോ. ഒരു പ്രോബ്ലം വക്കീലായിട്ട് ഉണ്ടാക്കണോ? ഉണ്ടാക്കിയ ഞാനൊരു കഷ്ണം കടലാസിൽ ഒരു പരാതി എഴുതി കൊടുക്കും. നാർന്നത് നിങ്ങളായിരിക്കും. വക്കീലിതെങ്ങോട്ടാ? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. ഭാര്യയെ റൂമിൽ കയറാൻ അനുവദിക്കണമെന്നേ നിയമം അനുശാസിക്കുന്നുള്ളൂ. അവൾക്കൊപ്പമേ ഭർത്താവ് താമസിക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. ഇവളുടെ ഒപ്പം ഈ റൂം ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പരാതി ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. സിദ്ധു, നീ ഇതെങ്ങോട്ടാ? അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? മോനെ, നീ വാശി കാണിക്കില്ലേ? സംഭവിച്ചത് സംഭവിച്ചു. ഇനി അതുമായിട്ട് പൊരുത്തപ്പെടാൻ നോക്ക്. എത്ര നിസ്സാരമായിട്ടാ ചേച്ചി ഇത് പറയുന്നത്? പൊരുത്തപ്പെടണോ അത്രേ? അതാദ്യം അവളോട് ചെന്ന് പറയും. അവളെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്ക്. എന്താ അത് പറ്റുമോ നിങ്ങൾക്ക്? പറ്റില്ലല്ലോ. കുഞ്ഞളിയാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മളാരും വിചാരിച്ചല്ലോ. കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയാവും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. അളിയ, ഞാനിനി എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് കിട്ടിയോ? അതെനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ? എത്ര കാത്തിരുന്നാലും ഇനി അതൊരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല.
നിങ്ങൾക്കാർക്കും ഒരു നഷ്ടമില്ലല്ലോ. നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്കല്ലേ. എന്റെ വിഷമം പറഞ്ഞാലേ നിങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല മോനെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹിക്കണം. അല്ലാതെ മറ്റു വഴികളൊന്നും നമ്മുടെ മുന്നിലില്ലല്ലോ. പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ ചന്ദ്രൻ നിന്നെ വിവാഹം കഴിച്ചതെന്ന് എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്. നേരത്തെ അതിനൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. നിങ്ങൾക്കൊക്കെ പറയാനേ ഓരോ ന്യായങ്ങളുണ്ട്. എനിക്ക് മാത്രം ഒന്നുമില്ല. പക്ഷെ പാഴായി പോയത് എന്റെ മാത്രം ജീവിതമാണെന്ന് ഓർക്കണം. അനുഭവിക്കേണ്ടതും സഹിക്കേണ്ടതും ഞാൻ മാത്രമാ. സഹിക്കാം, ഞാൻ സഹിച്ചോളാം. നിങ്ങൾക്കാർക്കും എന്നെ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരത്തേയില്ല. മോനെ, നീ എങ്ങോട്ടാ പോകുന്നെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. അതിനുള്ള ഉത്തരം എനിക്ക് അറിയില്ല ചേച്ചി. എങ്ങോട്ടെങ്കിലും പോണം. ഇവിടെ ഇരുന്നത് ശരിയാവത്തില്ല. എടാ, അവളിവിടെ ഉള്ളപ്പോ അല്ല, നീ പോകുന്നത് ശരിയാണോന്ന് അല്ലേ? അച്ഛാ, എന്റെ ജീവിതത്തിലെ ശരിയും ശരികളൊന്നും ഇല്ല അച്ഛാ. ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. അതെല്ലാം തകർന്നടിഞ്ഞു. ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. ഞാനേ ഇപ്പൊ ഒരു തോറ്റ മനുഷ്യനാ. എനിക്കിപ്പോ ജയിക്കണമെന്നില്ല. ആഗ്രഹിച്ചാൽ പോലും ഇനി അത് സാധിക്കത്തുമില്ല. മോനെ, ദാ. സിദ്ധുവിന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? എനിക്കൊന്നും അറിയണ്ട. അശ്ശെ, എന്ന് പറഞ്ഞാൽ എങ്ങനെ? നീ അറിയണം. നീയാണല്ലോ അയാളെ ഇങ്ങനൊരു നരകത്തിലേക്ക് തള്ളിവിട്ടത്. നരകോ? അതെ, തിളച്ച എണ്ണയിലിട്ട് വറുത്തോണ്ടിരിക്കുവാ സിദ്ധുവിനെ ആ ചന്ദ്ര. നിലത്ത് നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അവൾ അയാളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. അങ്ങനെ സംഭവിച്ച ഇല്ലാതാവും പോകുന്നതേ നിന്റെ സുധിയേട്ടന്റെ അവശേഷിക്കുന്ന അവസാനത്തെ ശേഷിപ്പ ആ ഹൃദയം. അവൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്?